കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാവേ. നമ്മൾ ഇന്ന് ചർച്ചിൽ പോവുകയാണ് കേട്ടോ. അപ്പം ഇന്ന് 10:30 നമുക്ക് അവിടെ മാസ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് 22 മിനിറ്റ് നടക്കാനുണ്ട്, 1.5 കിലോമീറ്റർ കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നടരാജൻ തന്നെ ശരണം. അങ്ങനെ നമ്മൾ ചർച്ചിലെത്തിയിട്ടോ. നാട്ടിലെ പോലെ സ്വർണം പൂശിയ വിഗ്രഹങ്ങളോ ഭയങ്കര ആർഭാടമായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള അന്തരീക്ഷമോ ഒന്നുമല്ല കേട്ടോ. നല്ല സമാധാനവും പ്രാർത്ഥന നിർഭരവുമായ അന്തരീക്ഷം. സഭയുടെ കർശന നിയമങ്ങളും ചട്ടക്കൂടുകളും ഒന്നുമല്ലാതെ സുവിശേഷത്തെ വളരെ ഭംഗിയായിട്ട് വളരെ ലളിതമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവരാ ചെയ്യുന്നത്. ഇന്ന് വായിച്ച സുവിശേഷം ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാൻ പരിശ്രമിക്കുക എന്നതായിരുന്നു. അതാണ് അവരുടെ ലളിതമായി കാണിച്ചു കൊടുത്തത്. കുട്ടികളെല്ലാം ആ വാതിലിലൂടെ അവർ കടത്തി വിടുകയും അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ ആക്ഷൻ സോങ്ങുകളിലൂടെയും പാട്ടുകളിലൂടെയും എല്ലാം കുട്ടികളെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ് അവർ ചെയ്തത്. ഇങ്ങനൊരു വിഷയം കുട്ടികൾ ജീവിതത്തിൽ മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നിവിടെ ഫാർ ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭക്ഷണവും അവർ ഒരുക്കിയിരുന്നു കേട്ടോ. എല്ലാം ഈ അമ്മമാർ വീടുകളിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്, ഒന്നും ഓർഡർ ചെയ്തു തന്നല്ല കേട്ടോ. എല്ലാവരും ഓരോ വീടുകളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണമാണ്. ഇത് നമ്മുടെ ഉരുളൻകിഴങ്ങ് സാലഡാണ്, അതേപോലെ ഈ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ചീസിൻ്റെ ഒരു സാലഡാണ്. പിന്നെ നമുക്ക് ഒരു സ്റ്റേക്ക് കിട്ടിയിരുന്നു, അതേപോലെ അതിനൊരു ക്യാബേജ് സാലഡ്, കെച്ചപ്പ് വേണമെങ്കിൽ കെച്ചപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഇതിനെല്ലാം കൂടി അവർ എമൗണ്ട് ഒന്നും കണക്കാക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു എമൗണ്ട് അവിടെ വെച്ചിരിക്കുന്ന ട്യൂബിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഇട്ടിട്ട് അത് വാങ്ങിക്കാവുന്നതാണ്. നമ്മളതിൽ പൈസ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്കത് ഇടുകയും ചെയ്യാം. അതിന് ശേഷം അവർ നമുക്ക് കേക്കും കോഫിയും എല്ലാം തന്നിരുന്നു കേട്ടോ. ഇതാട്ടോ അവിടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. പിള്ളേർക്ക് അവിടെ ഫേസ് പെയിൻറ്റിങ്ങും കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഔട്ട് സൈഡിൽ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്തൊരു നിറമാണ് നോക്കുക, റെഡ് റോസിനൊക്കെ അടിപൊളി കളറല്ലേ. ഇതൊക്കെ കുറച്ച് ദിവസത്തേക്ക് കൂടി ഉള്ളൂ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം കേട്ടോ. വിൻ്റർ ആകുമ്പോൾ ഇതെല്ലാം പോവും, പക്ഷേ ഇവിടെ അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതിനൊരു വെറൈറ്റി കണ്ടോ, പർപ്പിൾ കളറ്, എന്ത് ഭംഗിയാ കാണാനായിട്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ കടലാസ് പൂവാണെന്നേ വിചാരിക്കത്തുള്ളേ, അടുത്ത് ചെല്ലുമ്പോൾ ഒറിജിനൽ പൂക്കളാട്ടോ. ഒരു ചെറിയ മണമൊക്കെ ഉണ്ട് ഇതിന്, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.